മദ്ഹബിൻ്റെ ഒരു ഇമാമാണല്ലോ മാലിക് ഇമാം. അദ്ദേഹം മദീനയിൽ തന്നെ ജനിച്ച് മദീനയിൽ തന്നെ വഫാത്തായ ഒരു മഹാനാണ്. ഇൽമിനെ വല്ലാതെ ബഹുമാനിച്ചിരുന്ന, ഇൽമിനോട് വളരെ അദബ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹദീസൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഉടനെ തന്നെ ആദ്യമായി അതിൻ്റെ മുന്നോടിയായി ഒളു ചെയ്യും, 2 റക്അത്ത് നിസ്കരിക്കും, വളരെ അതവോടുകൂടെ വന്നിരിക്കും. താടിയൊക്കെ ശരിക്ക് വാർന്ന് സുഗന്ധ വസ്തുക്കളൊക്കെ പൂശി നല്ല അതവോടുകൂടെ വളരെ ബഹുമാനത്തോടു കൂടെയാണ് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുക. അത്രക്കും വലിയ ബഹുമാനമായിരുന്നു ഇൽമിനോട്. അങ്ങനെ ഒരിക്കൽ അന്നത്തെ ഖലീഫയായ ഭരണാധികാരി ഹാറൂൺ റഷീദ് മദീന മുനവ്വറ സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വിവരം ലഭിക്കുകയാണ്, ബഹുമാനപ്പെട്ട മാലിക് ഇമാം തൻ്റെ പ്രശസ്തമായ മുവത്ത എന്ന കിതാബ്, ഹദീസ് ഗ്രന്ഥം ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഉടനെ തന്നെ ഭരണാധികാരി തൻ്റെ ദൂതനെ ഏൽപ്പിക്കുകയാണ്, ഇമാമിനോട് പറയൂ, നിങ്ങൾ മുവത്ത എന്ന കിതാബ് ഇവിടെ ഓതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കിതാബ് എടുത്തിട്ട് രാജകൊട്ടാരത്തിലേക്കൊന്ന് വരൂ, അവിടെ വന്ന് ഞങ്ങൾക്കും ഒന്ന് ഓതിത്തരൂ. അവിടെ ഞാനും എൻ്റെ മക്കളൊക്കെ ഉണ്ടാവില്ല, അവർക്കും ഒന്ന് ഓതിത്തരൂ ആ കിതാബ്. ഈ വിവരം പറയാൻ വേണ്ടി ഒരു ദൂതനെ അയക്കുകയാണ്. ദൂതൻ വന്നു, അദ്ദേഹത്തിൻ്റെ സലാമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മാലിക് ഇമാം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? വലൈക്കും അസ്സലാം, നിങ്ങൾ ഭരണാധികാരിയോട് ഒരു കാര്യം പറഞ്ഞേക്കൂ, ഇന്നൽ ഇൽമ യുസാറു വലാ യസൂർ വ ഇന്നൽ ഇൽമ യൂത വലാ യഅതി. അതായത് ഇൽമു എന്ന് പറയുന്നത് ഇൽമിനെ ഇങ്ങോട്ട് സന്ദർശിക്കുകയാണ് വേണ്ടത്, ഇൽമ് അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കുകയില്ല. ഇൽമിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് വേണ്ടത്. ഇൽമ് അങ്ങോട്ട് ചെന്ന് ഇൽമു വേണോ വിജ്ഞാനം വേണോ എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് അടുക്കലേക്ക് പോകാറില്ല. ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കൂ. ദൂതൻ ഈ വിഷയം പറഞ്ഞു. ഭരണാധികാരിക്ക് സംഗതി മനസ്സിലായി. അദ്ദേഹം ഇൽമു കേൾക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്ന സദസ്സിലേക്ക് ഭരണാധികാരിയും വന്നിരുന്നു. അവിടെ തൂണിൽ അല്ലെങ്കിൽ ചുമരിൽ ചാരി ഇരുന്നു കൊണ്ട് ഭരണാധികാരിയും ക്ലാസ് കേൾക്കുകയാണ്. മാലിക് ഇമാം ഈ രംഗം കണ്ടപ്പോൾ ഭരണാധികാരിയോട് ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇൽമിനെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്.